തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെ തമിഴ്നാട്ടിൽ ബിജെപിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണ്. വോട്ട് വിഹിതം കൂടി എന്ന പടുന്യായം പറഞ്ഞ തമിഴ്നാട്ടിലെ തോൽവിയെ ബിജെപി നേതാക്കൾ നിസാരവൽക്കരിക്കുമ്പോൾ പല പാർട്ടി ഓഫീസുകൾക്കും പൂട്ട് വീണു എന്നതാണ് എതിരാളികൾ പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിട പറയുകയാണ് തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ കെ അണ്ണാമലൈ. മാറി നിൽക്കുന്നത് താൽക്കാലികമാണെന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിൽ ഒരു തിരിച്ചറിവ് അണ്ണാമലൈ പോലും സ്വപ്നം കാണുന്നില്ല. ബിജെപി ഇതുപോലെ പിന്നിലേക്ക് പോയ മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല എന്നതാണ് വാസ്തവം. ബാലികേറ മല എന്ന് വിശേഷിക്കപ്പെട്ട കേരളത്തിൽ പോലും ബിജെപി താമര വിരിയിച്ചപ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ താമര വാടിക്കരിഞ്ഞു പോയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് പാർട്ടിയെ താഴെത്തട്ടിൽ നിന്നും പുനർജീവിപ്പിക്കേണ്ട ചുമതലയാണ് അണ്ണാമലയ്ക്ക് കേന്ദ്ര നേതൃത്വം നൽകിയത്. എന്നാൽ അത്തരം നീക്കുപോക്കുകൾക്ക് നിൽക്കാതെ തമിഴ്നാട്ടിൽ നിന്നും ലണ്ടനിലേക്കാണ് അണ്ണാമലൈ പറക്കുന്നത്. UK-യിൽ ഫെലോഷിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് അണ്ണാമലൈ അവധി തേടി ദേശീയ നേതൃത്വത്തെ സമീപിച്ചത്. 3 മാസത്തെ സമയം നൽകിയ കേന്ദ്ര നേതൃത്വം തിരികെ എത്തി വീണ്ടും തമിഴ്നാടിന്റെ തലപ്പത്ത് ഉണ്ടാകണമെന്ന് അറിയിച്ചുവെങ്കിലും അണ്ണാമലയ്ക്ക് വലിയ താല്പര്യമില്ല. തോൽവിക്ക് പിന്നാലെ ബിജെപി നെടുനീളെ പിളർന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന് പിന്നാലെയാണ് തമിഴ്നാട്ടിലെ സൂപ്പർ താരം വിജയും രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതും. ബിജെപിക്കാണ് വിജയുടെ വരവ് ഏറെ ദോഷം ചെയ്യുന്നത്. ബിജെപിയുമായി അകന്നു കഴിയുന്ന അണികൾ കൂട്ടമായി വിജയുടെ പിന്നാലെ പോകുമോ എന്ന ആശങ്കയിലാണ് നേതാക്കൾ. ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ട വിശ്വാസം നേടിയെടുക്കുവാൻ ബിജെപി നേതാക്കൾ ശ്രമിക്കണമെന്നതാണ് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുന്നത്. അതിന് നിൽക്കാതെയാണ് പഠനാവശ്യത്തിന് പോകണമെന്ന നിർബന്ധത്തിന് പുറത്ത് അണ്ണാമലൈ ലണ്ടനിലേക്ക് ചേക്കേറുന്നത്. സംസ്ഥാന പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ആർക്കും നൽകിയിട്ടില്ല. അണ്ണാമലയുടെ അഭാവത്തിൽ നിലവിലുള്ള 2ാം നിര നേതാക്കൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് നിലവിൽ തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്ന വിവരം. വിജയുടെ രാഷ്ട്രീയ പ്രവേശത്തിന് പുറമെ ഉദയനിധിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനോഹരണം എന്നിവയടക്കം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സുപ്രധാന വഴിത്തിരിവുകളിലൂടെ സമയത്താണ് അണ്ണാമലൈ പ്രവർത്തന രംഗത്ത് നിന്നും മാറി നിൽക്കുന്നത്. എന്തായാലും ലണ്ടനിലേക്ക് പോവുക എന്ന തീരുമാനത്തിൽ നിന്നും മാറ്റമില്ല എന്നാണ് അണ്ണാമലൈ ക്യാമ്പ് പറയുന്നത്. എന്തായാലും അണ്ണാമലയ്ക്ക് സംസ്ഥാന അധ്യക്ഷ പദവി നൽകിയതിലടക്കം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതുവരെ ബിജെപി ഒരു സീറ്റ് പോലും നേടാത്ത തമിഴ്നാട്ടിൽ വലിയ വിജയം അണ്ണാമലൈ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ആ വാഗ്ദാനം പാലിക്കാനാകാത്തതിനെ തുടർന്ന് ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഇമേജിന് കോട്ടം തട്ടിയെന്ന് അണ്ണാമലയ്ക്ക് തന്നെ ബോധ്യമായ സാഹചര്യത്തിലാണ് UK-യിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തതെന്നും പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് മുതിർന്ന ബിജെപി നേതാക്കളും അടിക്കടി സന്ദർശിക്കുന്ന സംസ്ഥാനത്ത് അണ്ണാമലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയും നേതാക്കൾ മുന്നിട്ടിറങ്ങിയിരുന്നു. എന്നാൽ നിരവധി മുതിർന്ന നേതാക്കന്മാരെ മറികടന്ന് തമിഴ്നാട് ബിജെപിയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട അണ്ണാമലൈ സ്വന്തം സീറ്റായ കോയമ്പത്തൂരിൽ നിന്നും പരാജയപ്പെട്ടത് അവിശ്വസനീയമാണെന്നാണ് പ്രതികരിച്ചത്.